So, hello guys, ഞാൻ sometimes Kashinath വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്ന പുതിയൊരു വീഡിയോയുമായി നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കണ്ടോ, നമ്മുടെ ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഫയർ സ്റ്റിക്ക് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇതിന്റെ റിവ്യൂ ഒന്നുമല്ല, എന്നാലും ഇതിനകത്തൊരു സിസ്റ്റം ഉണ്ട്, സ്ക്രീൻ മിററിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് മാത്രമല്ല, ആൻഡ്രോയിഡ് ടി വിക്കകത്തുണ്ട്, സാധാരണ ചില ടി വിക്കകത്ത് ഇപ്പോൾ സ്ക്രീൻ മിററിംഗ് എന്ന് പറഞ്ഞ സംഭവം കിട്ടാറുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആണ് സംഭവം. അപ്പോ അതെങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത്, അതായത് ഫയർ സ്റ്റിക്ക് എന്ന് പറയുന്ന സാധനത്തിനകത്ത് ചെയ്യാൻ പറ്റുന്നതെന്നും, പിന്നെ നിങ്ങളുടെ സ്ക്രീൻ മിററിംഗ് ഇല്ലാത്ത, അതായത് ഒരു സാധാരണ ആൻഡ്രോയിഡും ഇതും ഇല്ലാത്ത ഒരു ടി വി ആണെങ്കിൽ അതിനകത്ത് നമുക്ക് എങ്ങനെയാണ് സ്ക്രീൻ മിററിംഗ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണ് എന്റെ ടി വി, സോണിയുടെ ആണ്. അപ്പോ ഇതിനകത്താണ് നമ്മൾ സ്ക്രീൻ മിററിംഗ്. ഇത് ആൻഡ്രോയിഡ് അല്ല, ഞാൻ ഇത് വെച്ച് ആൻഡ്രോയിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്താണ് ഈ ഫയർ സ്റ്റിക്ക് വെച്ച്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. 2000 രൂപയുടെ ആണ് ഈ സാധനം. ഇത് 4K ഒന്നുമില്ല, നമ്മുടെ സാധാ ക്വാളിറ്റിയുടെ ആണിത്. ഇതാണ് അതിന്റെ റിമോട്ടും കാര്യങ്ങളും. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ്, നമുക്ക് ഇനിയും സ്ക്രീൻ മിററിംഗ് ചെയ്യാൻ വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫയർ സ്റ്റിക്കിൽ ആദ്യം നമ്മൾ ഒരു 3 to 5 seconds ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. അതായത് ഈ ഹോം ബട്ടൺ കണ്ടോ, ഈ ഹോം ബട്ടൺ ഫയർ സ്റ്റിക്കിന്റെ, അതായത് ഈ ഹോം ബട്ടണിൽ നമ്മളൊരു 3 to 5 seconds ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാൻ കിട്ടും. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിററിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, അതിനകത്തേക്ക് കയറുക. ഇതിനകത്തേക്ക് കയറി ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഈ റിമോട്ടിന്റെ ഒരു ആവശ്യമില്ല. നമുക്കിനി നമ്മുടെ ഫോൺ എടുക്കാം. ഫോൺ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല സെർച്ച് ചെയ്യല്ല, ചില ഫോണിനകത്തൊക്കെ ആണെങ്കിൽ നമുക്കിത് താഴെ തന്നെ ആയിട്ട് ഇത് കണ്ടോ, ഇവിടെ തന്നെ ആയിട്ട് നമുക്കിത് കിട്ടും. സ്ക്രീൻ മിററിംഗ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നെ ആയിട്ട് കിട്ടും. പക്ഷെ ചില ഫോൺസിനകത്താണെങ്കിൽ നമുക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് സ്ക്രീൻ മിററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടും. സാംസങ് അതുപോലത്തെ ഫോൺസിനകത്തൊക്കെ ആണെങ്കിൽ സ്ക്രീൻ വ്യൂ എന്നാണ് അതിന്റെ പേര്, അതിനകത്ത് നമുക്ക് അതുപോലെ തന്നെ കിട്ടും. നമുക്ക് ഇനി സ്ക്രീൻ മിററിംഗ് ചെയ്യാൻ വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതങ്ങോട്ട് തുറക്കുക. നിങ്ങളുടെ ഫോണിലുള്ള സ്ക്രീൻ മിററിംഗിന്റെ ഓപ്ഷൻ തുറക്കുക. നിങ്ങളുടെ അതിനകത്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ ഇപ്പൊ കയ്യിലിരിക്കുന്ന വിവോ ആണ്, വിവോ V15 ഫോണാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനകത്താണ് നമുക്ക് ഇങ്ങനെ സ്ക്രീൻ മിററിംഗ് കാണാൻ കിട്ടും. സാംസങ്ങിനകത്താണെങ്കിൽ സ്ക്രീൻ വ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ ഹോം പേജിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും. അപ്പൊ നമുക്ക് ഇനിയും ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രീൻ മിററിംഗ് ഓപ്ഷൻ അങ്ങോട്ട് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതൊന്ന് സെർച്ചിങ് ഡിവൈസസ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിഷോർ കുമാർ ഫയർ സ്റ്റിക്ക് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ടോ, അത് നമുക്ക് ഇതിനകത്ത് വരും. ഫസ്റ്റ് തന്നെ കിടക്കുന്നുണ്ടോ, അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ലോഡിംഗ് ആവും, നമ്മുടെ മൊബൈലിന് ലോഡിംഗ് ആവും. ഇപ്പൊ എന്റെ സ്ക്രീൻ റെക്കോർഡിംഗ് നിന്നുപോയി. അത് ഈ സ്ക്രീൻ മിററിംഗ് ചെയ്യുന്നുണ്ടോന്ന് തോന്നുന്നു, നിന്നുപോയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇപ്പൊ നമ്മുടെ സ്ക്രീൻ മിററിംഗ് നമ്മുടെ ടി വിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് പ്ലേ ചെയ്താലും, അതായത് ഇപ്പൊ എന്ത് വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞാലും, നമുക്ക് ഞാൻ യൂട്യൂബിൽ പോയിട്ട് എന്തായാലും ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു വീഡിയോ നമുക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ടിട്ട നമ്മുടെ എയർപോർട്ടിന്റെ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾ അതിനകത്ത് സൊല്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ഇപ്പൊ ഫോണിലും കാണാൻ പറ്റും, ടിവിയിലും കാണാൻ പറ്റും. അതിന് നമുക്ക് വേറെ സൊല്യൂഷൻസ് ഒന്നുമില്ല. ഫോണിൽ ഇങ്ങനെ തന്നെ ഓൺ ആയിരിക്കും. നിങ്ങൾ ഫോൺ എവിടെയെങ്കിലും കുത്തിയിടുക. അതെ, ഞാൻ സാധാരണ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർജർ ഇവിടെ കുത്തിയിട്ട് ഫോൺ ഇവിടെ കുത്തി വെച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് സുഖമായിട്ട് ഇനി ഒന്നും സൗണ്ട് നമുക്ക് ടിവിയിലേ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഫോണിൽ നിന്ന് സ്ക്രീനിലേക്ക് വിത്തൗട്ട് എനി വയേഴ്സ് നമ്മൾ എങ്ങനെയാണ് സ്ക്രീൻ മിററിംഗ് ചെയ്യുന്നതെന്ന് കണ്ടു. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് ടി വി ഇല്ല, നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ടി വി ഇല്ല, ഈ ഫയർ സ്റ്റിക്ക് എന്ന് പറയുന്ന സിസ്റ്റം ഇല്ല, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് സ്ക്രീൻ മിററിംഗ് ചെയ്യാൻ പോകുന്നതെന്നാണ്. അതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഒരു ലാപ്ടോപ്പാണ്. ഞാനിപ്പോ പോയി ലാപ്ടോപ്പ് എടുത്തിട്ട് വരാം. നമുക്കിനി ഇതിനകത്ത് സ്ക്രീൻ മിററിംഗ് ചെയ്യാൻ വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലാപ്ടോപ്പ്, പിന്നെ കൂടെ തന്നെ HDMI കേബിൾ. ഓക്കെ, പിന്നെ ഇപ്പോ സാധാരണ വീട്ടിലൊക്കെ ചില വീട്ടിലൊക്കെ ഉള്ളു ഇപ്പൊ ലാപ്ടോപ്പ്. അതായത് അങ്ങനെ പറയാൻ പറ്റില്ല, നമുക്ക് കുറെ പേർക്കൊന്നും ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതായത് ഇല്ല അവരുടെ വീട്ടിലൊന്നും ലാപ്ടോപ്പ്. അപ്പോ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ മൊബൈൽ, എന്റെ അല്ല നിങ്ങളുടെ മൊബൈൽ, ഓക്കെ, നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് ഞാൻ ഒരു വയറിനെ കൂടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നേ ഉള്ളൂ. USB to HDMI പോർട്ടർ ആണത്. അത് നമ്മുടെ ഇതില്ലേ ചാർജിങ് ബോർഡിൽ കുത്തുക. അതിന്റെ ഒരു വയർ പോലത്തെ ചെറിയൊരു വയറാണത്. നമ്മുടെ ചാർജിങ് ബോർഡിൽ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ വയറിനകത്ത് നമ്മുടെ HDMI കേബിള് കുത്താൻ പറ്റും. ഓക്കെ,
അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്തിട്ട് HDMI കേബിളുമായിട്ട് സ്ക്രീൻ മിറർ ചെയ്യാം. അപ്പൊ ഞാനിപ്പോ എന്റെ ആ വയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് ലാപ്പിൽ നിന്ന് ചെറിയൊരു ഡെമോ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ലാപ്പ് എടുത്തിട്ട് നമ്മുടെ HDMI പോർട്ട് അവിടെ നോക്കുക. കണ്ടോ, HDMI പോർട്ടാണ് ഇത്. നമ്മുടെ HDMI പോർട്ട് എടുത്തിട്ട് ഡയറക്റ്റ് ഇതിനകത്തേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്ത് കൊടുത്തപ്പോൾ നിങ്ങൾ കണ്ടു ഇതിനകത്ത് ഒന്നും സംഭവിച്ചില്ല പ്രത്യേകിച്ച്. അപ്പൊ ഞാൻ ഇത് ലാപ്പ് ഒന്ന് താഴത്തേക്ക് വെച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ടിവിയുടെ റിമോട്ട് എടുത്തിട്ട് എന്റെ ഈ HDMI കേബിൾ ഏത് ഇതിനകത്താണോ കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കുക. അപ്പൊ ഞാൻ HDMI 2 കണക്ട് ചെയ്തിരിക്കുന്നത് എന്റെ ഫയർ സ്റ്റിക്ക് ആണ്. അപ്പൊ HDMI 1 എന്റെ ഈ കേബിൾ ഞാൻ കുത്തിയിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഡയറക്റ്റ് HDMI 1 മാറി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ലാപ്പ് സുഖമായിട്ട് നമ്മുടെ ടിവിയിൽ കണ്ടു. ഇനി ഞാൻ അതിനകത്ത് എന്തെങ്കിലും പ്ലേ കൂടെ കാണിച്ച് തന്നേക്കാം, വെറുതെ ഡൗട്ട് ഒന്നും അടിക്കാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മുടെ ക്രോം ഞാൻ ഓപ്പൺ ആക്കുന്നു, youtube.com. നമുക്ക് നമ്മളെ തന്നെ ഒരു വീഡിയോ നോക്കട്ടെ. സെർച്ച് ചെയ്താൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ NCSന്റെ വല്ല സോങ് ഇട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ യൂട്യൂബ് ആണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ ചുമ്മാ NCSന്റെ പാട്ട് വെച്ചു. ഇത്രേ ഉള്ളൂ നമ്മുടെ സംഭവം. നമ്മുടെ ലാപ്പ് എങ്ങനെയാണ് നമുക്ക് ഇതിനകത്തേക്കും ഷെയർ ചെയ്യാൻ പറ്റും, അതായത് സ്ക്രീൻ നമ്മുടെ ലാപ്പില്. അപ്പൊ ഇനി നിങ്ങൾക്ക് മൊബൈൽ വഴി അത് ചെയ്യാം. ഞാൻ ആ കേബിളിന്റെ ഫോട്ടോ പിക്ക് ഞാൻ മേളിലുണ്ടാകും, ഞാൻ കാണിച്ചേക്കാം. മേളിൽ എവിടെയെങ്കിലും ഉണ്ടാവും, നോക്കിക്കോണമെന്ന്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ സംഭവം. ഇനി നിങ്ങൾക്ക് ടെലിഗ്രാമിൽ നിന്ന് സുഖമായിട്ട് സിനിമാസ് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതേ ഉള്ളൂ. കാരണം നമുക്കിപ്പോ മണീസ് കുറവാണ്. അപ്പോ അതുകൊണ്ട് തന്നെ പ്രൈമും നെറ്റ്ഫ്ലിക്സും ഒക്കെ റീചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവർക്ക് നമുക്ക് ടെലിഗ്രാമിൽ നിന്നായിരിക്കും. അപ്പൊ അതുവഴി നമുക്ക് ചെയ്തിട്ട് സുഖമായിട്ട് ഒന്നെങ്കിൽ ഫയർ സ്റ്റിക്ക് വഴി സ്ക്രീൻ മിറർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ലാപ്പ് വഴി ഇതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഫോൺ ആയാലും മതി. അതിന് ആ HDMI പോർട്ടൽ ചുമ്മാ ഒന്ന് വാങ്ങിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് പറയൂ ഗൈസ്, പറയൂ. ലൈക്ക്, പിന്നെ നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കുക. ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക്, അതായത് എന്റെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും നിങ്ങൾക്ക് വരണമല്ലോ. അപ്പൊ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് സെറ്റ് ചെയ്തേക്കാം. എന്റെ എല്ലാ വീഡിയോസിന്റെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാം. പിന്നെ ഇന്നത്തെ ഒരു കാര്യം കൂടെ, അതായത് ഞാൻ മറന്നുപോയി, ഇതുപോലെ പണിപ്പെടുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് സ്ക്രീനിൽ മിറർ ചെയ്യാൻ അറിയാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, അവർക്ക് ടെലിഗ്രാമിൽ നിന്ന് ഒരു സിനിമാസ് ഡൗൺലോഡ് ചെയ്ത് TV കാണണമെന്നുണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിന്. ഓക്കെ, സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.